ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജെ ഡി വൈറ്റ്സ് ഒഫീഷ്യൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഓർഡർ ചെയ്തതിന് ചിക്കിങ്ങിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഓക്കെ, ഇതും ഒരു ഫ്രണ്ടാണ് ഓർഡർ ചെയ്ത് തന്നത്. സോ ഇപ്പോൾ ചിക്കിങ്ങിൽ നിന്ന് വന്നിട്ട് ചൂടോടുള്ള സാധനമാണ്. അപ്പോൾ ഇതും പിന്നെ അതിൻ്റെ കൂടെ ഡിപ്പും അതാണ് ഓർഡർ ചെയ്തത്. സോ ഇത് കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ സംഭവം കഴിച്ചു കഴിഞ്ഞ് വയറ് ഫുള്ളായി. സോ നമ്മളെ ബാക്കി കാര്യങ്ങളിലൊക്കെ ഒന്ന് പോകണം. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ അടിമയായിട്ടൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വളർത്തുന്ന ആളെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളവരെ അടിമയല്ല. സോ ഞാനെന്തായാലും ഇതിനു വേണ്ടി പോരാടാൻ പോകുന്നത്. സോ എൻ്റെ രീതിക്ക് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ലൈഫ് സെറ്റാക്കും. പിന്നെ എനക്കാരെ സഹായത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ള കർമ്മ എനിക്ക് കിട്ടും, അത് ഉറപ്പാണ്. സോ അതുകൊണ്ടാണ് ഞാനായിട്ട് മാറുന്നത്. ഇനിയാണ് ലൈഫ്, റിയൽ ലൈഫ്. ഓക്കെ, ഡൺ. എല്ലാം പഠിച്ചവൻ്റെ ഇതിലേക്ക് നമ്മൾ വിട്ടുകൊടുത്തിന്. സോ ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ ഡു. അതിന് നിങ്ങളെ സപ്പോർട്ട് വേണം, പ്ലീസ് പ്ലീസ് പ്ലീസ്. പിന്നെ മനസ്സിലാക്കുന്ന ആൾ മനസ്സിലാക്കുക, അല്ലാണ്ട് വെറുതെ എന്താ പറയുക ഒരു വേറെ ഏതോ കണ്ണോട് കണ്ട് ജഡ്ജ് ചെയ്യണ്ട. ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് നമ്മളും ഫേസ് ചെയ്യുന്ന അവസ്ഥ എന്നുള്ളത്. അല്ലാണ്ട് വെറുതെ നിങ്ങളെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ നോക്കുന്നത് നമ്മളെ ലൈഫ് ഒന്ന് സെറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫാമിലീനെ നോക്കണമെന്നുള്ളതാണ്. പക്ഷെ എന്താ പറയുക, ചില സാഹചര്യത്തിൽ നമ്മളെ അവസ്ഥ ഇങ്ങനെയായി പോകും. സോ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഉമ്മയൊക്കെയാണ്. അപ്പോൾ അവരൊന്ന് മനസ്സിലാക്കി പിന്നെ ആര് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് ഇതൊക്കെ ലൈഫിലൊരു പാർട്ട്, ഒരു എക്സ്പീരിയൻസും ആയിട്ട് എടുക്കാമെന്നേ ഉള്ളൂ. സോ ലെറ്റ്സ് ഡു ദിസ്. ആൻഡ് നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റക്കായിരിക്കും. ഓക്കെ, സോ അതിൻ്റെ നടുക്കുള്ളെല്ലാം നമുക്ക് അറിയില്ല. എപ്പോൾ ഉണ്ടാവും, എപ്പോൾ പോവും, എല്ലാവരും പോവും. ബട്ട് എല്ലാവർക്കും ഒരു റെസ്പെക്റ്റും പിന്നെ അവർക്ക് ഉണ്ടാക്കുന്ന കുറച്ച് ഓർമ്മകളും അവരുണ്ടാക്കി വെക്കുന്ന ഓരോ കാര്യങ്ങൾ. ഞാൻ നല്ലത് ചെയ്ത് കൊടുത്താൽ എന്നെ ആൾക്കാർ ഓർക്കും, ഞാൻ ചീത്ത ചെയ്താൽ എല്ലാവരും എന്നെ വെറുക്കും. അപ്പോൾ ലൈഫിലുണ്ടാകുന്ന ഗുഡ് ആൻഡ് ബാഡ്, ഇറ്റ്സ് യുവർ ലൈഫ് എക്സ്പീരിയൻസ് ബേബ്. സോ നമ്മളങ്ങനെ കണ്ടാൽ മതി ഈ കാര്യത്തിൽ. സോ എന്തായിട്ടും ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. എന്തായിട്ടും ഈ റൂമും ഈ കാണുന്ന സെറ്റപ്പൊക്കെ ഇന്ന് ഒരു ദിവസം കൂടിയേ ചിലപ്പോൾ കാണത്തുള്ളൂ. പിന്നെ ഇനിയെല്ലാം ലൈഫ് ചേഞ്ച് ആവും ഇൻഷാ അല്ലാഹ്. ഞാൻ ഹോപ്പ്ഫുള്ളി പ്രാർത്ഥിക്കും. ഇനി നടക്കുമോ ഇല്ലയെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ നോക്കാം. സോ പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. സോ ഞാനിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു. ആവശ്യമില്ല, ഞാനിപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തതാണ്. ഓക്കെ, സോ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ്. പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് പാക്കിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒന്ന് വീഡിയോ ഇടാണ്ടിരുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും കുറച്ച് റീസൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പാക്കിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ കീപ് സപ്പോർട്ട് ഗായ്സ്, കീപ് സപ്പോർട്ട്. ഓക്കെ, സോ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെല്ലാമെന്നുള്ളത് ഞാൻ വരും വീഡിയോസിലെല്ലാം പറയാം. പിന്നെ അതുപോലെ തന്നെ കണ്ടിന്യൂഷൻ കാണാനും നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത് എന്താ പറയുക, ജയിക്കാൻ മാത്രമായിട്ട് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് അതെന്തായിട്ടുണ്ടായിരിക്കും.
ഞാൻ എടുത്ത തീരുമാനങ്ങൾ തെറ്റില്ല എന്നാണ് എൻ്റെ ഉറപ്പ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകും. ഓക്കെ, സോ ഞാനപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെല്ലാം കുറച്ച് ബിസിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അത് പിന്നെ ഞാൻ എന്താ പറയുക ആ ഒരു ഇതിലേക്ക് ഇടാണ്ടുന്നത്. പിന്നെ വീഡിയോസൊന്നും ഇടാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാക്കിങ് കാര്യങ്ങളൊക്കെ. ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയാവും. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ ഗായ്സ്. സോ ഗായ്സ്, ഇതാ ഞാൻ മൊത്തത്തിൽ ഡ്രസ്സെല്ലാം മാറ്റി ഫുള്ളായിട്ട് പാക്ക് ചെയ്തിതാ ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടാം നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ എൻ്റെ ബാക്കിൽ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു പണിയും കൂടെ ഉള്ളൂ. അത് മൂടി കഴിഞ്ഞാൽ സെറ്റായി ബാക്കിയെല്ലാം വിശേഷങ്ങളെല്ലാം അറിയിക്കാം. സോ ജസ്റ്റ് കുറച്ച് സമയം കൂടി അവർക്ക് കൊണ്ടാം. അപ്പോൾ അപ്പോഴത്തേക്കെല്ലാം ശരിയാക്കാം. ഓക്കെ, സോ ഗായ്സ്, ഇതാ ഞാനപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ ലഗേജ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എത്തി. ഇനി ഓരോ വിശേഷങ്ങളായിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, സോ ഒന്ന് രണ്ട് ദിവസം നിങ്ങൾ ക്ഷമിക്ക്, എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ ഇപ്പോൾ പറയാം കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരും.